ജാതിയെയും മതത്തെയും വരെ രാഷ്ട്രവൽക്കരിക്കുന്ന ഒരു നാടായി മാറി നമ്മുടേത്. കൂടാതെ സ്വന്തം ജാതിയെയും സമൂഹത്തെയും മാത്രം മഹത്വവൽക്കരിച്ച് മറ്റുള്ള മതത്തെ കടന്നാക്രമിക്കുന്ന കാഴ്ചയും ഇന്ന് ഇന്ത്യയിൽ സ്ഥിരമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അത് മറ്റൊന്നുമല്ല, ബംഗാളിൽ ഈ അടുത്ത് തുടങ്ങിയ ക്ഷേത്ര രാഷ്ട്രീയമാണ്. തൃണമൂൽ കോൺഗ്രസിനെ നയിക്കുന്ന മമതാ ബാനർജിയും ബംഗാളിലെ BJP നയിക്കുന്ന സുവേന്ദു അധികാരിയും തമ്മിലുള്ള ക്ഷേത്ര നിർമ്മാണത്തിന്റെ മത്സരത്തിലേക്കാണ് എല്ലാവരും കുറച്ചു ദിവസങ്ങളായി ഉറ്റുനോക്കുന്നത്. ആശയപരമായി പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും തമ്മിലുള്ള തർക്കങ്ങൾ എന്നും ശ്രദ്ധ നേടാറുള്ളതാണ്. മഹാകുംഭമേളയെ മൃത്യു കുംഭമേള എന്ന് മമത പറഞ്ഞതും, കൂടാതെ മമതാ ബാനർജിയുടെ മറ്റു വാദങ്ങളെ അധികാരി രാഷ്ട്രീയ പ്രേരിതമെന്ന് പരിഹസിച്ചെത്തിയതും വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ബംഗാളിൽ മമതയെയും മമതയുടെ രാഷ്ട്രീയ ജീവിതത്തെയും ഉയർത്തിയത് നന്ദിഗ്രാമിലെ ഭൂസമരമാണ്. 1997 ബംഗാൾ കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച മമത മാർക്സിസ്റ്റ് പാർട്ടിയുടെ കരുത്തറ്റ പ്രതിപക്ഷമായി മാറി. മമതാ ബാനർജി മുന്നിൽ നിന്ന് നയിച്ച സിംഗൂർ, നന്ദിഗ്രാം പ്രക്ഷോഭങ്ങൾ 2007 മാർച്ച് 14 മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക വെടിവെപ്പിലേക്ക് വഴിമാറിയപ്പോൾ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലും പാടെ മാറ്റം വന്നു. ഒടുവിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ 34 വർഷം നീണ്ടുനിന്ന ഇടതുഭരണം അവസാനിപ്പിച്ച് 2011 മെയ് 20 മുതൽ ബംഗാളിലെ മുഖ്യമന്ത്രിയായി മമതാ ബാനർജിയെ ജനങ്ങൾ തെരഞ്ഞെടുത്തു. ഇപ്പോൾ എന്നാൽ ഇതേ നന്ദിഗ്രാമിൽ മമതയെ വെല്ലുവിളിക്കുകയാണ് ഒരു കാലത്ത് മമതയുടെ ലെഫ്റ്റനന്റും ഇപ്പോൾ രാഷ്ട്രീയ ശത്രുവുമായി മാറിയ BJP MLA സുവേന്ദു അധികാരി. ഏപ്രിൽ 6 രാമനവമി ദിവസം കിഴക്കൻ മിദ്നാപൂർ ജില്ലയിലെ നന്ദിഗ്രാമിൽ അയോധ്യ ശൈലിയിലുള്ള രാമക്ഷേത്രത്തിന് തറക്കല്ലിടാൻ ഒരുങ്ങുകയാണ് അധികാരി. അതേസമയം നന്ദിഗ്രാം മമതയുടെ രാഷ്ട്രീയ തട്ടകമാണെങ്കിലും ഇത് സുവേന്ദു അധികാരിയുടെ അധികാര കേന്ദ്രമാണ്. നന്ദിഗ്രാം നിയമസഭാ മണ്ഡലമുള്ള തംലൂക്കിൽ നിന്നുള്ള MP ആയിരുന്നു സുവേന്ദു അധികാരി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ 2000 വോട്ടുകൾക്ക് രാഷ്ട്രീയ ശത്രുവായ അധികാരി പരാജയപ്പെടുത്തി. ഇപ്പോൾ കിഴക്കൻ മിദ്നാപൂർ ജില്ലയിലെ പണി കഴിപ്പിച്ച ജഗന്നാഥ ക്ഷേത്രം മമതാ ബാനർജി ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് രാമക്ഷേത്രത്തിന് തറക്കല്ലിടാൻ അധികാരി ഒരുങ്ങുന്നതും. ബംഗാളിന്റെ സാംസ്കാരിക നാഴികക്കല്ലായി മമത ഉയർത്തിപ്പിടിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പദ്ധതി കൂടിയാണ് ജഗന്നാഥ ക്ഷേത്രം. നന്ദിഗ്രാം രാമക്ഷേത്രം ഏകദേശം 1.5 ഏക്കർ വരുന്ന ഭൂമിയിലാണ് നിർമ്മിക്കുന്നതെന്ന് സുവേന്ദു അധികാരി വെളിപ്പെടുത്തിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ സവിശേഷതകൾ നിർദ്ദിഷ്ട ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നും നന്ദിഗ്രാമിലെ രാമക്ഷേത്രം പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ രാമക്ഷേത്രമായിരിക്കുമെന്നും അധികാരി വ്യക്തമാക്കിയിരുന്നു. കൂടാതെ സംസ്ഥാനത്തെ കോടിക്കണക്കിന് ഭക്തരായ ഹിന്ദുക്കളുടെ രാമനോടുള്ള ഭക്തിയെ പ്രതിഫലിക്കുകയും ചെയ്യുമെന്നാണ് അധികാരി പറഞ്ഞത്. രാമക്ഷേത്രത്തിന് പുറമെ സമുച്ചയത്തിൽ ഒരു ഗോശാല, ഒരു വൈദ്യശാല, ആരോഗ്യ സംരക്ഷണ കേന്ദ്രം എന്നിവയും ഉണ്ടായിരിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ജഗന്നാഥ ക്ഷേത്രത്തിന് മറുപടിയായാണ് രാമക്ഷേത്രം BJP കൊണ്ടുവരുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. 2007 ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ പ്രസ്ഥാനത്തിനിടെ നന്ദിഗ്രാമിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട 14 പേരുടെ സ്മരണക്കായി ഒരു ആശുപത്രി പണിയുന്നതിനായി നിശ്ചയിച്ച ഭൂമിയിലാണ് ക്ഷേത്രം പണിയുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുനാൽ ഘോഷ് ആരോപിച്ചു. ബംഗാളിലെ ഈ ക്ഷേത്ര രാഷ്ട്രീയവും ബംഗാളിലെ ജനങ്ങളുടെ രാഷ്ട്രീയവും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.